ചരിത്രത്തെ തിരുത്തിക്കുറിക്കുന്ന ഒരു പുതിയ നാഴികക്കല്ല് പിന്നിടുകയാണ് നരേന്ദ്രമോദി. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം തടസ്സങ്ങളില്ലാതെ പ്രധാനമന്ത്രി പദവിയിൽ തുടരുന്ന വ്യക്തിയെന്ന റെക്കോർഡിനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്നാണ് മോദി ഈ ചരിത്രപരമായ നേട്ടത്തിലേക്ക് കടന്നുകയറിയത്. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശകങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന തർക്കമില്ലാത്ത ഏകകക്ഷി ആധിപത്യത്തിൽ നിന്നല്ല മോദിയുടെ ഈ വളർച്ച. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും തമ്മിൽ ആകാശം ഭൂമി വ്യത്യാസമുണ്ട്. ശക്തമായ പ്രതിപക്ഷ സഖ്യങ്ങളും പ്രാദേശിക പാർട്ടികളുടെ ശക്തമായ സാന്നിധ്യവും കടുത്ത മത്സരാധിഷ്ഠിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കെയാണ് മോദി തന്റെ ഭരണകാലം ഇത്രയും ദീർഘിപ്പിച്ചത്. അധികാര കേന്ദ്രീകൃതമായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് വൈവിധ്യമാർന്ന പ്രാദേശിക താല്പര്യങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും ഒത്തുകൊണ്ടുപോകേണ്ട ഒരു വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലേക്ക് രാജ്യം മാറിക്കഴിഞ്ഞു. നെഹ്റുവിന്റെ കാലത്ത് അച്ചടി മാധ്യമങ്ങൾക്കും സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങൾക്കും മാത്രമുണ്ടായിരുന്ന സ്വാധീനം ഇന്നില്ല. മറിച്ച് ഇന്ന് നയങ്ങൾ പ്രഖ്യാപിച്ച നിമിഷം തന്നെ അത് ഡിജിറ്റൽ ലോകത്ത് കീറിമുറിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഹൈപ്പർ കണക്റ്റഡ് കാലഘട്ടമാണിത്. സ്മാർട്ട് ഫോണുകളും അതിവേഗ ഇന്റർനെറ്റും ഓരോ പൗരനെയും മാധ്യമ പ്രവർത്തകനാക്കിയ നിമിഷങ്ങൾക്കുള്ളിൽ ആഖ്യാനങ്ങൾ രൂപപ്പെടുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ജനവിശ്വാസം നിലനിർത്തുക എന്നത് തികച്ചും അസാധാരണമായ ഒരു ഭരണ നേട്ടമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജാഗ്രതയുള്ള മാധ്യമങ്ങൾക്കും ആക്ടിവിസ്റ്റ് നെറ്റ്വർക്കുകൾക്കുമിടയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് മോദിയുടെ രാഷ്ട്രീയ മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. മാറുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ ശാക്തീകരണം ലഭിച്ച യുവത്വത്തിന്റെ മാറിമറിയുന്ന പ്രാദേശിക താല്പര്യങ്ങളുടെ മനോഭാവം കൃത്യമായി മനസ്സിലാക്കി പൊരുത്തപ്പെടാൻ കഴിഞ്ഞതാണ് ഈ തുടർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം. അതേസമയം സ്വാതന്ത്ര്യാനന്തരം 17 വർഷത്തോളം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിലും 1947 ഓഗസ്റ്റ് 15 മുതൽ അദ്ദേഹം ഒരു ഇടക്കാല സർക്കാരിന്റെ തെരഞ്ഞെടുക്കപ്പെടാത്ത തലവനായിരുന്നു. ഒരു ഔദ്യോഗിക ഭരണഘടനയ്ക്ക് കീഴിൽ നേരിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് 1952 മെയ് 13-നാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകാലം 1964 മെയ് 27-ന് അദ്ദേഹത്തിന്റെ മരണം, അതായത് 4398 ദിവസങ്ങൾ നീണ്ടുനിന്നു. നരേന്ദ്രമോദി ഇതിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ തലപ്പത്തിരുന്ന മുഴുവൻ ദിവസങ്ങളും 2014 മെയ് 26 മുതൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെ നേരിട്ട് വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതായിരുന്നു. 1952-ൽ 489 ലോക്സഭാ സീറ്റുകളിൽ 364 എണ്ണവും തൂത്തുവാരി കോൺഗ്രസിന് യാതൊരുവിധ എതിരാളികളുമില്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലായിരുന്നു ജവഹർലാൽ നെഹ്റു രാജ്യം ഭരിച്ചത്. എന്നാൽ ശക്തമായ പ്രാദേശിക പാർട്ടികളും സഖ്യകക്ഷി സമവാക്യങ്ങളും നിറഞ്ഞ ഇന്നത്തെ ഈ മത്സര സ്വഭാവമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണം എന്ന വ്യത്യാസമുണ്ട്. ആഗോളതലത്തിൽ ദീർഘകാലം ഭരിക്കുന്ന ജനാധിപത്യ സർക്കാരുകളെ സാധാരണയായി ബാധിക്കാറുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഫലപ്രദമായി മറികടക്കാൻ മോദി ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന തലത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ, ശക്തമായ ദേശീയ സുരക്ഷാ പ്രോട്ടോകോളുകൾ, വ്യക്തമായ സാംസ്കാരിക ആഖ്യാനം എന്നിവയുടെ സംയോജിതത്തിലൂടെയാണ് നരേന്ദ്രമോദി പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതിയത്. സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വികസന മാട്രിക്സ്, ദേശീയപാതകളുടെ വികസനം, റെയിൽവേ നവീകരണം, നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്നിവയിലൂടെ പരമ്പരാഗത ജാതി പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ഒരു വോട്ട് ബാങ്ക് രൂപീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. GST പോലുള്ള സമഗ്രമായ നികുതി പരിഷ്കാരങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യ വികസനം, കടുത്ത ദേശീയ സുരക്ഷാ തീരുമാനങ്ങൾ, നാഴികക്കല്ലുകളായ നിയമനിർമ്മാണങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ സർക്കാരിന് കരുത്തു പകർന്നത് സ്ഥിരതയാർന്ന ഭരണ തുടർച്ചയാണ്. ചുരുക്കത്തിൽ ഈ മാറ്റം കേവലം ഭരണ ദിവസങ്ങളുടെ എണ്ണക്കണക്ക് മാത്രമല്ല, മറിച്ച് നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ പഴയ മാതൃകകളിൽ നിന്ന് മാറി പുതിയൊരു ആഗോള ഐഡന്റിറ്റിയുള്ള ഇന്ത്യയെ രൂപീകരിക്കുന്നതിന്റെ പ്രതീകം കൂടിയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.